എന്തായാലും ഈ വിഷയങ്ങളോട് KPCC അധ്യക്ഷൻ കെ സുധാകരനും അതിരൂക്ഷമായ പ്രതികരണമാണ് നടത്തുന്നത്. ഇനി തങ്ങളുടെ അണികളെ തല്ലിയാൽ അത് ഇതുവരെ കാണാത്തത്ര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് വണ്ടിപ്പെരിയാറിൽ സംസാരിച്ച കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. നാണമുണ്ടോ ഈ പ്രവണതയ്ക്ക് പറയാൻ? അദ്ദേഹം അവരെ പരിരക്ഷിക്കാനാണ്, സംരക്ഷിക്കാനാണ് ഈ തല്ല് എന്ന് പറയാൻ അദ്ദേഹത്തിന് നാണവും മാനവും ഉണ്ടോ ചോദിക്കാൻ ഞാൻ. ഇത്രയും നറുകെട്ട സംഭവം, ഇത്രയും നാണം കെട്ട സംഭവം ഇയാളെ കാലത്തല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ പോയിട്ടില്ലേ? എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതുപോലെ എവിടെയെങ്കിലും CPM-ന്റെ ഗുണ്ടകളും മന്ത്രിയുടെ ബോഡി ഗാർഡുകളും തല്ലാൻ വന്നിട്ടുണ്ടോ? ഇനിയൊരു അടി നമ്മളെ കുട്ടികൾക്ക് കിട്ടിയാൽ ആ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കുമെന്ന് മാത്രം ഞാൻ പിണറായിയെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എന്തായാലും ആലപ്പുഴയിലടക്കം ഗൺമാൻമാർ ഈ പ്രതിഷേധക്കാരെ തല്ലിയ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതിനു മുൻപ് തന്നെ വളരെ പെട്ടെന്ന് സമയം അവസാനിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ചോദ്യം വന്നത്. പക്ഷെ അതിനോട് മറുപടി പറയാതെ മൈക്ക് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ഈ അവസാന ജില്ലകളിലേക്ക് ഈ പ്രതിഷേധം പോകുമ്പോൾ അത് പ്രതിഷേധവും ഒപ്പം തന്നെ അതിനെ നേരിടുന്ന രീതിയിലും കൂടുതൽ ശക്തമായ ഒരു പോരുണ്ടാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, News 18 പത്തനംതിട്ട.